ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞയാഴ്ച രൂപം കൊണ്ട ന്യൂനമർദ്ദം സംസ്ഥാനത്ത് നല്ല മഴ നൽകി അറബിക്കടലിലെത്തി അകന്നുപോകവേ ബംഗാൾ ഉൾക്കടലിൽ തന്നെ അടുത്ത ന്യൂനമർദ്ദത്തിന് വഴിയൊരുങ്ങുന്നു. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനു മുന്നോടിയായി തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ചക്രവാതച്ചുഴി നാളെയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങിയേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. പുതുതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്കുള്ള സാഹചര്യം രൂപപ്പെടും. 16-ന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മെറ്റ് വെതർ അറിയിക്കുന്നത്. 18-ന് ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നിലവിലെ സൂചന പ്രകാരം മഴ കൂടുതൽ ശക്തിപ്പെടാനിടയില്ലെന്നും 18-നോ 19-നോ ശേഷം പൊതുവെ മധ്യ വടക്കൻ കേരളത്തിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതക്കനുസരിച്ച് സാധ്യതകളിൽ മാറ്റം വന്നേക്കാം. അടുത്ത ദിവസങ്ങളിലായി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. അതിനിടെ അറബിക്കടലിൽ എത്തിയ നിലവിലെ ന്യൂനമർദ്ദം പടിഞ്ഞാറു ദിശയിൽ നീങ്ങി ഒരു ദിവസത്തിനുള്ളിൽ ദുർബലമായേക്കും. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.